ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയുടെ മറുപടിയാണ്. പലപ്പോഴും പേഷ്യൻസോ ഗർഭിണികളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ നമ്മളോട് പറയാറുണ്ട്, ഡോക്ടറെ കഴിഞ്ഞ പ്രസവത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു, ലേബർ റൂമിൽ കയറ്റി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് സിസേറിയൻ വേണമെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സമ്മതിക്കാതെ തരവില്ലല്ലോ, ഡോക്ടർ പറയുന്നത് അതുപോലെ ചെയ്തല്ലേ പറ്റുള്ളൂ, അപ്പം ഞങ്ങളുടെ വിചാരം ഇത് അനാവശ്യമായിട്ട് ചെയ്തൊരു സിസേറിയനാണ് എന്നാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വരുന്നത് എന്ന് ചോദിക്കുന്നത് ന്യായമായൊരു ചോദ്യമാണ്. അപ്പം അതിനുള്ള ചില മറുപടികളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രസവം എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രക്രിയയാണ്, പക്ഷേ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയുമാണ്. ആർക്ക് ഏത് പ്രസവത്തിനാണ് പ്രശ്നം വരുന്നതെന്ന് ഡോക്ടർക്ക് നേരത്തെ മുൻകൂട്ടി പറയാൻ സാധിക്കുകയില്ല തന്നെ. ഈ പ്രസവം എന്ന് പറയുന്നത് 2-3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രസവ വേദന തുടങ്ങി കുഞ്ഞ് പുറത്ത് വരുന്നിടം വരെ ആദ്യത്തെ ഘട്ടം, കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം മറുപിള്ള കുഞ്ഞു പുറത്ത് വരുന്നത് 2ാമത്തെ ഘട്ടം, കുഞ്ഞു പുറത്ത് വന്നതിന് ശേഷം മറുപിള്ള വരുന്നിടം വരെ 3ാമത്തെ ഘട്ടം, അത് കഴിഞ്ഞ് മറുപിള്ള വന്നു കഴിഞ്ഞാൽ ഒരു 4ാമത്തെ ഘട്ടം. ഇതിൽ സിസേറിയൻ ചെയ്യേണ്ടി വരുന്നത് 1ാമത്തെയും 2ാമത്തെയും ഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, നമ്മൾ ഒരു സുഖപ്രസവത്തിനായിട്ട് ഒരു ഗർഭിണിയെ നമ്മൾ തീരുമാനിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞ് ഇറങ്ങി വരേണ്ടത് അമ്മയുടെ ഇടുപ്പെല്ലിനകത്തുകൂടെയാണ്. ഈ ഇടുപ്പെല്ലെന്ന് പറഞ്ഞാൽ എല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കോട്ട പോലെയാണ്. അതിനകത്തെ സ്ഥലം പരിമിതമാണ്, അത് കൂട്ടാനായിട്ട് നമുക്ക് മാർഗങ്ങളൊന്നുമില്ല തന്നെ. അപ്പോൾ ചിലപ്പോൾ കുഞ്ഞിന് വരാനുള്ള സ്ഥലം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രസവം കുറച്ച് മുമ്പോട്ട്, പ്രസവ വേദന കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടായിരിക്കും. അതിനു മുമ്പ് അതറിയാൻ നമുക്ക് മാർഗമില്ല. കാര്യം കുഞ്ഞിനാണ് തീരുമാനിച്ച് പറയാൻ പറ്റുന്നത് അമ്മയുടെ ഇടുപ്പെല്ലിൽ കൂടെ ഇറങ്ങി വരാനുള്ള വ്യാപ്തം ഉണ്ടോ ഇല്ലയോ എന്ന്. കുഞ്ഞ് ആ വളരെ ചെറിയ ഒരു ദൂരമേ ഉള്ളൂ, അത് ഇടുപ്പെല്ലിൽ കൂടെ വരുന്ന ദൂരം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പക്ഷേ അത് കുഞ്ഞ് ആ ദൂരം താണ്ടാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ആദ്യത്തെ പ്രസവത്തിലാണെങ്കിൽ 12 തൊട്ട് 14 മണിക്കൂർ വരെ, ഇത്രയും സമയമെടുത്ത് കുഞ്ഞിൻ്റെ തല ആ ഇടുപ്പെല്ലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ പകുതിയാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നുകിൽ ഇടുപ്പെല്ലിന് വ്യാപ്തം പോരാ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഭാരം കൂടുതലാണ്, അതുകൊണ്ട് കുഞ്ഞിൻ്റെ തല ഇത്തിരി വലുതാണ് എന്നുള്ളത്. അത് ഉള്ള ലക്ഷണങ്ങൾ നമ്മൾ ഉള്ളു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് കുഞ്ഞിൻ്റെ തല കുറച്ച് നീണ്ടു വരിക, അല്ലെങ്കിൽ ആ 2 എല്ലുകൾ ഒന്നിന് പുറത്ത് ഒന്നായിട്ട് കയറുക എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്താ പ്രശ്നം? ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ബ്രെയിൻ, തലച്ചോറ് ആ തലയോട്ടിനകത്തിരുന്ന് ഞെരുങ്ങിപ്പോവും. അങ്ങനെ ഞെരുങ്ങിപ്പോവുമ്പോൾ കുഞ്ഞിനുള്ള രക്തയോട്ടം കുറയുകയും കുഞ്ഞിന് ബുദ്ധിമാന്ദ്യം ചിലപ്പോൾ കുഞ്ഞ് ജീവനോടെ തന്നെ വരും പുറത്ത്, പക്ഷേ കുഞ്ഞിന് ബുദ്ധിമാന്ദ്യം സംഭവിക്കുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞൊക്കെയാണ് എല്ലാ ദമ്പതികൾക്കും ഉള്ളത്. ആ കുഞ്ഞിന് ബുദ്ധിമാന്ദ്യം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും അത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ നമ്മളത് അറിയാതെ പോയി എന്ന് വിചാരിച്ചോളൂ. അമ്മയുടെ ഗർഭപാത്രം വീണ്ടും 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 അതിനെ കുഞ്ഞിനെ പുറത്തേക്ക് തള്ളാനുള്ള ആ ഒരു വ്യഗ്രതയിൽ ചിലപ്പോൾ അവിടെ ഇവിടെയും പൊട്ടിപ്പോയെന്നിരിക്കാം. അത് തീർച്ചയായിട്ടും ഒരു എമർജൻസിയാണ്. ഇന്നത്തെ കാലത്ത് ഇത് രണ്ടും സംഭവിക്കുന്നത് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരാൾക്ക് താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ ഇതിനുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്പം തന്നെ, നേരത്തെ പറഞ്ഞില്ല, നേരത്തെ സുഖപ്രസവം എന്ന് നമ്മളും വിചാരിക്കുന്നു, അത് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ തല ഇത്തിരി മുകളിലായിരിക്കും, പ്രസവവേദന തുടങ്ങുന്നു, വെള്ളം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഉടനെ ചിലപ്പോൾ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി തലയ്ക്ക് താഴെ ചാടി വന്നു എന്നിരിക്കാം. അപ്പോൾ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി തലയ്ക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ, സാധാരണ പുറകിലാണല്ലോ കിടക്കുന്നത്, തലയ്ക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ കുഞ്ഞ് ഓരോ പ്രാവശ്യവും താഴേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഈ പൊക്കിൾക്കൊടിയെ അത് ഞെരിക്കുന്നു. പൊക്കിൾക്കൊടിയിലൂടെ ആണല്ലോ അമ്മ കുഞ്ഞിന് രക്തം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞെരുങ്ങി വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും എന്ന് വെച്ചാൽ വീണ്ടും കുഞ്ഞിൻ്റെ രക്തയോട്ടം കുറയുന്നു, കുഞ്ഞിന് ഓക്സിജൻ കുറയുന്നു,
വളരെ പെട്ടെന്ന് തന്നെ മരണം, അതായത് മിനിറ്റുകൾക്കുള്ളിൽ കുഞ്ഞിൻ്റെ മരണം സംഭവിക്കാം. അല്ല, നമ്മൾ താമസിച്ചു പോവുകയാണെങ്കിൽ, മരണം സംഭവിച്ചില്ലെങ്കിൽ തന്നെ കുഞ്ഞിന് വീണ്ടും ബുദ്ധിമാന്ദ്യം സംഭവിക്കാം. ഈ ഒരു സിറ്റുവേഷനിലും വെറും 10 മിനിറ്റ് കൊണ്ട് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കേണ്ട ഒരു എമർജൻസി സിറ്റുവേഷനാണ് ഡോക്ടർ ഫേസ് ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. പറഞ്ഞു വെക്കും നമ്മൾ, കുഞ്ഞിൻ്റെ തല ഇത്തിരി മുകളിലാണ്, കുഞ്ഞ് താഴോട്ട് തല ഇറങ്ങിയാൽ മാത്രമേ പ്രസവിക്കൂ. പക്ഷേ പൊക്കിൽ കൂടി ചാടി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ചില പ്രഷറുള്ള അമ്മമാർക്കാണെങ്കിൽ മറുപിള്ളയുടെ പുറകിൽ രക്തസ്രാവം വന്നു എന്ന് വരാം. അതായത് മറുപിള്ള സാധാരണ കുഞ്ഞു വന്നതിന് ശേഷമാണ് ഗർഭപാത്രത്തിൽ നിന്ന് ഇളകുന്നത്. പക്ഷേ പ്രഷറുള്ള അമ്മമാർക്ക് ചിലപ്പോൾ വയറ്റിനകത്ത് വെച്ച് തന്നെ ഈ മറുപിള്ളയ്ക്ക് ചലനം സംഭവിക്കുകയും മറുപിള്ള ഇളകി വരികയും അതുവഴി കുഞ്ഞിന് കിട്ടാനുള്ള രക്തയോട്ടം അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് വരികയും കുഞ്ഞിന് രക്തയോട്ടം കിട്ടാതെ കുഞ്ഞകത്ത് മരിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു ബ്ലീഡിങ് അകത്ത് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കും അത് പ്രശ്നമാണ്. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അമ്മയുടെ ഗർഭപാത്രം ചുരുങ്ങുകയില്ല, രക്തസ്രാവം അമിതമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ തല, എല്ലാവരും പറയും ഡോക്ടറെ എന്നെ പ്രസവത്തിന് കയറ്റി കിടത്തിയിട്ട് പിന്നെ ഒരു വാക്വം ഇട്ടിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോയി എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിൽ, കുഞ്ഞിൻ്റെ തല താഴെ വരുന്ന സ്റ്റേജിലായിരിക്കും കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു തീരുമാനം എടുക്കും, എത്ര നേരം കൊണ്ട് ഇത് സാധാരണ പോലെ പ്രസവിക്കും. അത്രയും നേരം ഈ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് കുറഞ്ഞു പോയാൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പെട്ടെന്ന് സിസേറിയൻ എന്നൊരു തീരുമാനം എടുക്കുന്നത്. കുഞ്ഞ് താഴെ വന്നതിന് ശേഷം കൊണ്ടുപോയി ചെയ്യുന്ന സിസേറിയൻ ഡോക്ടർക്കും അത്ര എളുപ്പമുള്ള കാര്യമില്ല, വളരെ ബുദ്ധിമുട്ടുള്ളൊരു സിസേറിയനാണത്. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ടാണ് പെട്ടെന്നൊരു സിസേറിയൻ എന്ന് ഡോക്ടർ തീരുമാനിക്കുന്നത്. ആ തീരുമാനം തീർച്ചയായിട്ടും അമ്മയുടെയും കുഞ്ഞിൻ്റെയും നല്ലതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ പലരും തെറ്റിദ്ധരിക്കുന്ന പോലെ ഡോക്ടർക്കുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടോ ആശുപത്രിയുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നും തന്നെയല്ല. ഒരു ഡോക്ടറും ചുമ്മാ ഒരു സിസേറിയൻ ചെയ്യാൻ ആഗ്രഹിക്കുകയില്ല തന്നെ. നന്ദി, നമസ്കാരം.